അപ്പോൾ നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലേ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. എൻ്റെ കിട്ടും അതേപോലെ കേട്ടോ. എന്തെങ്കിലും പ്രോഗ്രാം വന്നാൽ ഓൾക്ക് അതിന് വേണ്ട എല്ലാ സംഭവങ്ങളും വേണം. അപ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴേ പറഞ്ഞാണ് ഈവനിങ് വന്നിട്ട് എനിക്ക് ഷോപ്പിൽ പോകണം, സാധനങ്ങൾ മേടിക്കണം, വീട്ടിലും ഒന്ന് പോകണം എന്നുള്ളത്. ഇപ്രാവശ്യം കിട്ടുവിൻ്റെ സന്തോഷം ഡബിളാണ്. കാരണം ഓള് മദ്രസയിലും പോകണുണ്ട്, അവിടെയും പരിപാടിയുണ്ട്. അങ്ങനെ നമ്മൾ കിട്ടുവിനെയും കൊണ്ട് നമ്മുടെ പുകയൂരുള്ള ഫാൻസിൽ വന്നാട്ടോ. ഇവിടെ ഏത് ഐറ്റംസും നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇമാതിരി പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഇവിടെയാണ് വരാറ്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ കളക്ഷൻസ് കണ്ടുകൊണ്ട് ഞാൻ ആകെ അന്തം വിട്ടു. ഇപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ വന്നാൽ കുട്ടികൾക്ക് എന്തോരം സാധനങ്ങളല്ലേ വാങ്ങിക്കാനുള്ളത്. മാലയും വളയും ഒക്കെ പല വെറൈറ്റിയിലും അവിടെ ഉണ്ട്. അതുകൂടാണ്ട് പല ജാതി സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇന്ന് ഷോപ്പ് മൊത്തം ഇൻഡിപെൻഡൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളായിട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ആൾക്കാരും കേട്ടോ. അല്ലെങ്കിലും ഇവിടെ ഭയങ്കര കളക്ഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും ആൾക്കാരുണ്ടാറുണ്ട്. നാളെ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ കൂടെ ആയതുകൊണ്ട് ആൾക്കാരുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. അങ്ങനെ കിട്ടുവിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബില്ലാക്കി കിട്ടാനൊക്കെ കുറേ ടൈം എടുത്തു. കാരണം അത്ര ആൾക്കാർ സാധനം മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കിട്ടുക ഓരോന്നായിട്ട് എടുത്തു നോക്കുകയാണ്. പിന്നെ കിട്ടു ഈ കാണിച്ചു തരുന്ന സംഭവങ്ങളൊന്നും നമ്മൾ ഇന്ന് വാങ്ങിച്ചല്ല കേട്ടോ. ഓൾക്ക് നമ്മൾ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ വാങ്ങിച്ചു കൊടുത്ത സംഭവങ്ങളൊക്കെ ഓൾ സൂക്ഷിച്ചു വെച്ചാണ്. കിട്ടു നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ ഓൾ അത് നന്നായിട്ട് സൂക്ഷിച്ചു വെക്കും. എന്നിട്ടത് പിന്നെ ആവശ്യം വരുമ്പോൾ എടുക്കും. അത് ഭയങ്കര ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓളുടെ കയ്യിലുള്ള ഈ ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഹെയ്സിന്റെ പ്രായത്തിലേ ഉള്ളതാണ്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.